ഹായ് ഫ്രണ്ട്സ്, കിസാൻ വാനിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കേട്ടാ, കമ്പത്ത് നമ്മളൊരു അടിപൊളി മുന്തിരിത്തോട്ടത്തിലാണ് നിൽക്കുന്നത്. കണ്ട മുന്തിരി ഇങ്ങനെ കണ്ട മുന്തിരി കുലച്ച് നല്ല അടിപൊളിയായിട്ട് നിൽക്കുകയാണ്. കണ്ട, ഇതൊരു പകുതി പ്രായം ആയിട്ടുള്ളൂ, റെഡിയായി വരുന്നതേ ഉള്ളൂ. കണ്ട, ഇത് ചെറിയൊരു ടൈപ്പാണ്. പച്ച കളറൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇനി അത് ഇതിൻ്റെ ഒരു ഇത് ഈ കളറാവും. ഇപ്പോൾ ഇത് ഏകദേശം ഒരു 4-5 ഏക്കർ വരുമെന്ന് തോന്നുന്നു. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മുന്തിരിത്തോട്ടമാണ്. അപ്പോൾ ഞാൻ വന്നിട്ട് അവനെ കാണാൻ പറ്റിയിട്ടില്ല. അവൻ എവിടെയോ ടൂറിന് പോയൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ ഒന്ന് എടുക്കുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഒന്ന് നിങ്ങൾ കാണും. ഉണ്ടാ എങ്ങനെയുണ്ട്? നല്ല സൂപ്പറല്ലേ? ഇതിപ്പോൾ ഇത് വിളയാനായിട്ട് കുറച്ചുകൂടി സമയം എടുക്കും. 1 മാസം കൂടി കഴിഞ്ഞാലേ ഇത് ശരിക്കും വിളഞ്ഞ് കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഇവിടുന്ന് മുന്തിരി ജ്യൂസും കിട്ടും, വൈൻ കിട്ടും, ഒറിജിനൽ വൈനും കിട്ടും, ഒറിജിനൽ മുന്തിരി ജ്യൂസും കിട്ടും. അപ്പോൾ ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ച് നല്ല മൃഷ്ടാന്നമായിട്ട് ഒരു വീഡിയോ എടുക്കാനായിട്ട് ഇറങ്ങിയതാണ്. നിങ്ങളൊന്ന് ആസ്വദിക്കുക ഈ വീഡിയോ. ഇത് വിളഞ്ഞ് കഴിയുമ്പോൾ ഇത് കംപ്ലീറ്റ് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ തൂങ്ങി നല്ല നല്ല ഓളിയത്തിലിങ്ങനെ കിടക്കും. ഇതിപ്പോൾ വിളയാത്തത് കൊണ്ടാണ് പൂർണ്ണമായിട്ട് വളർച്ച എത്തിയിട്ടില്ല. ഇപ്പോൾ ഒരു 3/4 ഭാഗം വളർച്ച ആയിട്ടുള്ളൂ. അപ്പോൾ ചിലതൊക്കെ ഇങ്ങനെ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് പൂർണ്ണമായ വളർച്ച എത്തിയതാണ്. എന്തായാലും നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. കുറച്ച് വെയിലും എല്ലാം ഉണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിൽ ഇന്നിപ്പോൾ രാവിലെ ഇവിടെ ഞാൻ വന്നിട്ട് ഇവിടെ മഴയായിരുന്നു. എന്നാലും പൊതുവെ കേരളത്തെ നോക്കാനാണെങ്കിൽ ഇവിടെ വരേണ്ട കാലാവസ്ഥയാണ് എപ്പോഴും ഉള്ളത്. അപ്പോൾ ഇന്ന് വന്നിട്ട് എന്തായാലും ഒരു ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ചൂടില്ല. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഇന്ന് കാണും. സൂപ്പറായിട്ടൊക്കെ ഇട്ടേക്കാണ്. അങ്ങനെയുണ്ട്. ഇവിടെ ട്രിപ്പ് ഇറിഗേഷനാണ് കൊടുത്തേക്കണം. ഉണ്ടോ? ട്രിപ്പ് ഇറിഗേഷൻ കൊടുക്കുകയെന്ന് വെച്ചാൽ ഇവിടെ മഴ കുറവാണെങ്കിലും ട്രിപ്പ് ഇറിഗേഷനിൽ നന്നായിട്ട് വെള്ളം ഇവിടെ കിട്ടും. അതുകൊണ്ടാണ് ഇവിടെ ട്രിപ്പ് ഇറിഗേഷൻ കൊടുത്തേക്കുന്നത്. എന്തായാലും നല്ലൊരു കൃഷിയാണ് കേട്ടോ. കണ്ട ഇതിപ്പോൾ ഇത്രയും വണ്ണമുള്ളതാണ്. ഇതിനകത്ത് ചെറിയ ചെറിയ ബ്രാഞ്ചുകളുണ്ടായിട്ട് അതുമേലാണ് ഈ ഇതുണ്ടാകുന്നത്. ഇതിപ്പോൾ ഒരു 5 വർഷത്തിലധികം പ്രായമുള്ള മുന്തിരിയാണിത്. ഇതിലൂടെ രാസവളങ്ങളാണ് കംപ്ലീറ്റ് ഉപയോഗിക്കുന്നത്. അത്യാവശ്യം കുറേ കീടനാശിനിയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അവർ ഉപയോഗിക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. എന്നാലും ഉപയോഗിക്കുന്നുണ്ട്. മുന്തിരിയൊക്കെ കീടനാശിനിയൊക്കെ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ കംപ്ലീറ്റ് ഇത് മോശമാകും. ഫംഗിസൈഡൊക്കെ ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ പിടിപെട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് മരുന്നടിച്ചില്ലെങ്കിൽ ഇവർക്കിത് ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. അപ്പോൾ അവരുടെയും കുറ്റമല്ല. അടിച്ചില്ലെങ്കിൽ ഇത് വിളവ് മോശമായിരിക്കും, കൃഷി മോശമായിട്ടുള്ള ഒരു ഇതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അവർ കുറേശ്ശെ ചെറിയ രീതിയിലൊക്കെ മരുന്നടിക്കുന്നുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. ഈ വീഡിയോ നിങ്ങൾ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു പുതിയ വിശേഷവുമായി വരുന്നവരെ ഓക്കെ, ബൈ ബൈ.